ബഹുമാനപ്പെട്ട ചീഫ് ഗസ്റ്റ് സബിൻ സമീദ് IAS അവർകൾ, പ്രിൻസിപ്പൽ അബ്ദുൽ മജീദ് സാർ, മറ്റ് നമ്മുടെ അഡ്വൈസർ സാംരാജ് സാർ, എൻ്റെ സഹപ്രവർത്തകർ, വിദ്യാർത്ഥിനികൾ, പാരൻസ്, മറ്റ് നാട്ടുകാരെ, ഒരിക്കൽ കൂടി ബദറുൽ ഇസ്ലാം മെട്രിക്കുലേഷൻ സ്കൂളിൻ്റെ ആനുവൽ ഡേ നമ്മളിൽ കൂടി കടന്നു പോവുകയാണ്. എന്നെ നിങ്ങൾ ഒരു 19 വർഷം കൊണ്ട് ഇത് സഹിക്കുന്നുണ്ട്. എന്തായാലും കുറേ കാലം പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒന്നും പറയാൻ വലുതായിട്ട് ഇല്ല. എങ്കിലും ഇവിടെ കയറിയതിന് വേണ്ടി ഒരു 3 മിനിറ്റ് സംസാരിച്ച് ഇൻഷാ അല്ലാഹ് ഇറങ്ങാം. ഞാൻ പലപ്പോഴും കഴിഞ്ഞ വർഷം സംസാരിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, നമ്മുടെ കുട്ടികളെ ഗ്ലോബൽ പേഴ്സണാലിറ്റീസ് ആക്കണമെന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പലർക്കും അതിൽ താല്പര്യവും വന്നിട്ടുണ്ട്. അങ്ങനെ പല സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ നമ്മുടെ നാട്ടിൽ നിന്നും 15ഓളം കുട്ടികൾ ഇപ്പോൾ പഠിക്കുന്നുമുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ എല്ലാം ഒരു ഫലം 2030 എത്തിച്ചേരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ വർഷം ഞങ്ങളിങ്ങനെ ഇപ്പോൾ പാരഡൈസ് വന്നു, കുറേ സിസ്റ്റംസ് മാറി. ഇപ്പോൾ റീസെൻ്റായിട്ട് 2 മാസം മുമ്പ് ഞങ്ങളിങ്ങനെ കുട്ടികളെക്കുറിച്ചും പാരൻസിനെ കുറിച്ചുമൊക്കെ ഇങ്ങനെ കുറേ ഒരു സർവേയും കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് വരുന്ന പാരൻസിന് പാരൻറ്റിങ് എന്താണെന്ന് അറിയില്ലയോ എന്നൊരു സംശയം ഞങ്ങൾക്ക്. പാരൻറ്റിങ്ങിനെ കുറിച്ച് അവർക്ക് അവബോധരല്ലയോ എന്നുള്ള സംശയം. അപ്പം അങ്ങനെ ഞങ്ങളെന്ത് ചെയ്തു, ഹക്കീം സക്കാഫി ആയഞ്ചേരി എന്ന് പറയുന്ന ഒരു എക്സ്പേർട്സിനെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് കൊടുത്തു, അടുത്ത് പാരൻസിനൊരു ക്ലാസ് കൊടുത്തു, കുട്ടികൾക്ക് ക്ലാസ് കൊടുത്തു. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കുറേ പഠിച്ചു. ഇപ്പം നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഹാപ്പി സോൺ, അതായത് നമ്മുടെ സ്കൂളൊരു ഹാപ്പി സോൺ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ കുട്ടികൾ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എണീപ്പിക്കാനൊരു ബുദ്ധിമുട്ട്, കുളിപ്പിക്കാനൊരു ബുദ്ധിമുട്ട്, ഇങ്ങനെ പല പ്രാവശ്യം പറഞ്ഞതിന് ശേഷമാണ് അവസാനം സന്തോഷത്തോടു കൂടി ആയിരിക്കില്ല സ്കൂളിലേക്ക് പലപ്പോഴും വരുന്നത്. പക്ഷേ തിരിച്ച് വൈകുന്നേരം സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് നമ്മൾക്കും അങ്ങനെയാണല്ലോ, സന്തോഷത്തോടെ വീട്ടിൽ ഓടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട്, അതിപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു പോളിസി, ഈ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എങ്ങനെ സന്തോഷത്തോടെ സ്കൂളിൽ കൊണ്ടുവരാം, അങ്ങനെ ഒരു ചിന്തയിലാണ് നമ്മളിപ്പോൾ. അതായത് സന്തോഷത്തോടെ കുട്ടികൾ സ്കൂളിൽ വരണം, അതിനെന്ത് ചെയ്യാം, അതിന് ചെയ്യുന്നതാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാരൻസിന് ക്ലാസ് കൊടുത്തു. അതിൽ ഒരു മെയിൻ കണ്ണി എന്ന് പറയുന്ന പാരൻസാണ്. ഒരു കുട്ടി, പ്രത്യേകിച്ചൊരു വിദ്യാർത്ഥി എന്തെങ്കിലും കാര്യത്തിൽ ഡൈവേർട്ടായിട്ട് പോകുന്നുവെങ്കിൽ അതിൻ്റെ പിറകിൽ പോയി നോക്കിയാൽ ഒരു പരിധിവരെ ചിലപ്പോൾ അതിൻ്റെ ഉമ്മ അല്ലെങ്കിൽ അമ്മയായിരിക്കാം ചിലപ്പോൾ അതിന് കാരണം ആയിട്ട് വരുന്നത്. ഇൻഷാ അല്ലാഹ് 3 മാസത്തിനകം അടുത്ത അക്കാഡമിക് ഇയർ തുടങ്ങുമ്പോൾ എല്ലാ കുട്ടികളും ഒരു ഹാപ്പി സോൺ ഇവിടെ രൂപപ്പെടുത്തിക്കൊണ്ട് വീട്ടിൽ നിന്നും സ്കൂളിൽ പോകുവാൻ വളരെ ആവേശം കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കും. ആ വിഷയത്തിലാണ് ആ വിഷയത്തിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. ഈ പരിസരത്ത് ഒരു സ്കൂളും ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചിരിക്കില്ല. ഈ ജമാഅത്തിൻ്റെ സംവിധാനമാകുമ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട പലതും നിങ്ങൾക്കറിയാം. പക്ഷേ ഈ ജമാഅത്തിൻ്റെ സ്ഥാപനം ഇങ്ങനെ മാറണം എന്ന് ഞങ്ങൾ ആലോചിക്കുകയും ഇത് ഈ പരിസരത്തെ വലിയ സ്കൂളുകൾ പോലും കൊടുക്കാത്ത ഒരു വിഷയമാണ്. കുട്ടികളെ ഇങ്ങനെ മാറ്റിയെടുക്കുക, പാരൻറ്റിനെ പഠിപ്പിക്കുക, ഇതുപോലെ വിഷയങ്ങൾ, ഇതൊന്നും നിങ്ങളുടെ നിന്ന് ഫീസ് വാങ്ങിച്ചിട്ടോ ഒന്നുമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്തില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനും പോകുന്നില്ല. കാരണം ഇതൊന്നും ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കരിക്കുലത്തിൻ്റെ ഭാഗമാകുന്ന വിഷയമല്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഈ വർഷം ഇൻഷാ അല്ലാഹ് ചേഞ്ച് ആകുന്നുണ്ട്. ആ ചേഞ്ച് ആകുന്നതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് നിങ്ങളായ പാരൻ്റാണ്, നിങ്ങളാകുന്ന മക്കളാണ്. അപ്പോൾ ആ അനുഭവിക്കുന്ന വിഷയം നിങ്ങൾ എന്ത് ചെയ്യണം, മറ്റ് നിങ്ങളുടെ കുടുംബക്കാരോട്, നിങ്ങളുടെ ബന്ധുക്കളോട്, നിങ്ങളുടെ സുഹൃത്തുക്കളോട് നിങ്ങൾ പറയണം. ബദറുൽ ഇസ്ലാം മെട്രിക്കുലേഷൻ സ്കൂളിൽ ഇപ്പം ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട്, ഇപ്പം ഈ സിസ്റ്റങ്ങൾ ഇങ്ങനെ വന്നിട്ടുണ്ട്,
ഇത് ഞങ്ങൾ പല സ്ഥലത്തും കാണാത്ത വിഷയമാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാം കുട്ടികളെ ബദറുൽ ഇസ്ലാമിലെ ചേർക്കാവൂ എന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളോടും ഞാൻ ഈ പറഞ്ഞത് എല്ലായിടത്തും പറയണം. ഇപ്പോൾ നമ്മുടെ കുട്ടികൾ നല്ല അച്ചീവ്മെൻറ്റുകൾ റീസെൻ്റായിട്ട് ഒരുപാട് വാങ്ങിക്കുന്നുണ്ട്, ഒരുപാട് അച്ചീവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇന്ന് തന്നെ ഇവിടെ 4-5ഓളം പേരെ ഇന്നിവിടെ നമ്മൾ ആദരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ വർഷത്തെ മാസ്റ്റർ ഓഫ് എൻജിനീയറിങ്ങിൽ തമിഴ്നാട് ലെവലിൽ സ്റ്റേറ്റ് ഗോൾഡ് മെഡലിസ്റ്റ് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. നിങ്ങൾക്കറിയാം, മജീറ എന്ന് പറഞ്ഞ കുട്ടിയാണ്. നമ്മുടെ സ്കൂളിൽ +2 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് ഇവിടുന്ന് എൻജിനീയറിങ് കഴിഞ്ഞു. ഇടക്കാലത്ത് നമ്മുടെ സ്കൂളിൽ തന്നെ ടീച്ചറായിട്ട് കുറച്ച് ദിവസം വർക്ക് ചെയ്തു. ഇപ്പോൾ ME-ക്ക് ഈ വർഷം 98% മാർക്കോടുകൂടി ഗോൾഡ് മെഡലിസ്റ്റാണ് തമിഴ്നാട് ലെവലിൽ. കഴിഞ്ഞ വർഷം നമ്മളൊരു കുട്ടി 23ാമത്തെ വയസ്സിൽ തന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി. അത് ഞങ്ങൾ നേരത്തെ നിങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഒരു മോൻ, അവൻ 22ാമത്തെ വയസ്സിൽ തന്നെ ഈ കളിയിക്കാവിളയിൽ D+ എന്ന് പറഞ്ഞിട്ടൊരു കൺസൾട്ടൻസി സ്ഥാപിക്കുകയും ഇന്ന് 3 വർഷമായി അത് വളരെ നല്ല രീതിയിൽ അവൻ നടത്തിക്കൊണ്ടുപോവുകയാണ്. ബ്രിട്ടീഷ് കൗൺസിലിൻ്റെയൊക്കെ അംഗീകാരത്തോടു കൂടി. ഞങ്ങൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഇവൻ എങ്ങനെ ഈ ബുദ്ധി വന്നു? അവനിപ്പോൾ ജസ്റ്റ് 25 വയസ്സ് ക്രോസ് ചെയ്യുന്നതേ ഉള്ളൂ. 22 വയസ്സിൽ തന്നെ അവൻ അത് അച്ചീവ് ചെയ്തു. അതുപോലെ ഈ വർഷം നമ്മുടെ ഒരു കുട്ടി NIT റൂർക്കലയിൽ അഡ്മിഷൻ വാങ്ങി അവിടെ പഠിക്കുന്നുണ്ട്. NIT അഡ്മിഷൻ വാങ്ങിക്കുക, IIT NIT അഡ്മിഷൻ വാങ്ങിക്കുക, അത് ചില്ലറ വിഷയമല്ല. അതും നമ്മുടെ കുട്ടികൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ കുറേ അച്ചീവ്മെൻറ്റുകൾ. ഇപ്പോൾ കിക്ക് ബോക്സിങ്ങിലൊക്കെ സ്റ്റേറ്റ് ലെവലിൽ നമ്മുടെ ഒരു കുട്ടി സ്റ്റേറ്റ് ലെവലിൽ പോവുകയാണ്. ജില്ലാ ചാമ്പ്യനായി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിന് മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഈ പരിസരത്ത് മറ്റ് സ്കൂളുകൾക്ക് കിട്ടാത്ത ഒരുപാട് വിഷയങ്ങൾ നമ്മൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നു. അപ്പോൾ തിരിച്ച് നിങ്ങളും ഞങ്ങളെ ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കണം. തീർച്ചയായിട്ടും ഞങ്ങൾ ഇന്ന് ചെയ്യുന്ന സിസ്റ്റമൊക്കെ വന്നാൽ നിങ്ങൾ പരിഗണിക്കും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ഞാൻ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.